അകാലത്തിൽ നമ്മളെ വിട്ടുപോയ പ്രശസ്ത സംവിധായകൻ ഷാഫി സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 2001-ൽ പുറത്തിറങ്ങിയ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. ജയറാം ആയിരുന്നു ചിത്രത്തിലെ നായകൻ. പിന്നീട് തൊട്ടടുത്ത വർഷമായ 2002 പുറത്തിറങ്ങിയ കല്യാണരാമൻ എന്ന ചിത്രമായിരുന്നു ഷാഫി എന്ന സംവിധായകന്റെ പേര് മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത്. ദിലീപ് കുഞ്ചാക്കോ, നവ്യ നായർ, ഇന്നസെന്റ്, സലിംകുമാർ ഇങ്ങനെ ഒരു വൻ താരനിരയുമായി എത്തിയ ചിത്രം ആ വർഷത്തെ ഒരു വലിയ ഹിറ്റായിരുന്നു. 2003-ൽ പുലിവാൽ കല്യാണം എന്ന സിനിമയാണ് ഇറങ്ങിയത്. ജയസൂര്യ, കാവ്യാമാധവൻ, കൊച്ചിൻ ഹനീഫ, സലിംകുമാർ, ജഗതി ശ്രീകുമാർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. മലയാളിക്ക് മറക്കാനാത്ത ഒരുപാട് നർമ്മങ്ങൾ സമ്മാനിച്ച ഈ സിനിമ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ പോലും ചിരിപ്പിക്കുന്നതാണ്. പിന്നീട് 2005 തൊമ്മനും മക്കളും എന്ന സിനിമയാണ് ഷാഫിയുടേതായി പുറത്തിറങ്ങുന്നത്. മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ ലാലും രാജൻ പി ദേവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഷാഫിയുടെ സംവിധാനമികബിൽ ഒരു മുഴുനീള കോമഡി വേഷം വളരെ അനായാസം ചെയ്യുന്ന ഒരു മമ്മൂട്ടിയാണ് പ്രേക്ഷകർ ഈ സിനിമയിൽ കണ്ടത്. പിന്നീട് 2007-ൽ 2 ചിത്രങ്ങളാണ് ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയത്. മമ്മൂട്ടി നായകനാക്കി മായാവിയും പൃഥ്വിരാജ് നായകനാക്കി ചോക്ലേറ്റും. ഇതിലും മായാവി എന്ന ചിത്രം വലിയ വിജയമാവുകയും അതുവഴി ഷാഫി എന്ന സംവിധായകൻ മലയാള സിനിമ സംവിധായകരുടെ മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2008 പൃഥ്വിരാജിനെ നായകൻ ആക്കി ലോലിപോപ്പ്, 2009-ൽ മമ്മൂട്ടി നായകനാക്കി ചട്ടമ്പിനാട്, 2010 ദിലീപിന് നായകനാക്കി മേരിക്കുണ്ടൊരു കുഞ്ഞാട്. അതേ വർഷം തന്നെ ജയറാമിനെ നായകനാക്കി മേക്കപ്പ് മാൻ, 2011-ൽ മമ്മൂട്ടിയെ നായകനാക്കി വെനീസിലെ വ്യാപാരി, 2012-ൽ 101 വെഡിങ്, 2018-ൽ ഒരു പഴയ ബോംബ് കഥ, 2019-ൽ ചിൽഡ്രൻസ് പാർക്ക്, 2022-ൽ ആനന്ദം പരമാനന്ദം എന്നിവയാണ് ഷാഫിയുടേതായി പുറത്തുവന്ന മറ്റു സിനിമകൾ.